ആരെ എങ്കിലുമൊക്കെ സഹായിക്കുക, എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ സേവനം ചെയ്യുന്ന സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുക, വർഷത്തിലൊരിക്കൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യുക. അതെ, അനേകരും ഈ ചില കാര്യങ്ങൾ ചെയ്ത് സംതൃപ്തി അടയുവാൻ ശ്രമിക്കുന്നു. ജീവസന്ദേശത്തിൻ്റെ കേൾവിക്കാരോടുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തക പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളുമൊക്കെ ഞങ്ങളെ അറിയിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. ദൈവത്തെ മാറ്റി നിർത്തിയാൽ മനുഷ്യൻ എത്ര ശൂന്യനാകുന്നുവെന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ എത്ര സമ്പന്നനാകുന്നുവെന്നുമാണ് നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായവും 8-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുവാൻ ശലോമോൻ ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും ഒടുവിലത്തേതാണ് 7-ാം അധ്യായത്തിൽ, സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം കാണുന്നത്. തനിക്ക് സംതൃപ്തിയും സന്തോഷവും നൽകുമോ എന്നറിയുവാനായി സൂര്യന് കീഴെയുള്ള സകലവും ശലോമോൻ പരീക്ഷിച്ച് നോക്കി എന്നവൻ പറയുന്നു. അവൻ ശാസ്ത്രം, അതായത് പ്രകൃതി നിയമങ്ങൾ പഠിച്ച് പരീക്ഷിച്ച് നോക്കി. അതവനെ സംതൃപ്തനാക്കിയില്ല. ജ്ഞാനവും തത്വശാസ്ത്രവും മനഃശാസ്ത്രവും അവൻ പഠിച്ചു. അവയും സംതൃപ്തി നൽകിയില്ല. സുഖലോലുപത്വത്തിൻ്റെയും വസ്തുമയത്വത്തിൻ്റെയും അതിർവരമ്പുകൾ ലംഘിച്ച് അവൻ കടന്നുപോയി. അവൻ വിധിവിശ്വാസം പരീക്ഷിച്ചു നോക്കി. സ്വയത്തിനു വേണ്ടി മാത്രം അവൻ ജീവിച്ചു നോക്കി. പിന്നീട് അവൻ മതത്തെ പരീക്ഷിച്ചു നോക്കി. യാതൊരു മതവും സംതൃപ്തി നൽകിയില്ല. കാരണം ക്രിസ്തുവിന് മാത്രമേ ഹൃദയത്തെ സംതൃപ്തമാക്കുവാൻ കഴിയുകയുള്ളൂ. ശലോമോൻ പരീക്ഷിച്ച് നോക്കിയ മറ്റൊരു കാര്യം ധനമായിരുന്നു. ലോകത്തിലേക്കും ഏറ്റവും ധനവാനായ വ്യക്തിയായിരുന്നു ശലോമോൻ ആ കാലത്ത് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ധനത്തിന് സംതൃപ്തി നൽകുവാൻ അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. ഒടുവിലായി ഒരു പരീക്ഷണം കൂടി ശലോമോൻ നടത്തുന്നതായി നാം കാണുന്നു. അതിനെ ഞാൻ ധാർമ്മികത എന്നാണ് വിളിക്കുന്നത്. അതായത് നല്ല പ്രവൃത്തി ചെയ്യുന്നവർ എന്ന് ഇന്നത്തെ ആളുകൾ അവനെ വിളിക്കും. അതാണ് അവൻ ഒടുവിലായി പരീക്ഷിച്ച് നോക്കിയത്. എന്നാൽ കുറേ സാമൂഹ്യ സേവനങ്ങളൊക്കെ അങ്ങ് ചെയ്തേക്കാം. നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടേക്കാണ്, ധാർമ്മികത. ഇവർ വലിയ ബിസിനസ്സുകാരാണ്, അല്ലെങ്കിൽ മക്കളുടെ പണം ധാരാളം അവർക്ക് വിദേശത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. അവരുടെ കുട്ടികൾ ഏറ്റവും നല്ല സ്കൂളുകളിൽ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കൾ സമൂഹത്തിലെ മുന്തിയ സ്ഥലങ്ങളിൽ പഠിക്കുന്നു. ഇവർ സമൂഹത്തിലെ മുന്തിയ വ്യക്തികളുമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർ ഏറ്റവും വലിയ പള്ളികളിൽ പോകുന്നു. അതെ, പണക്കാർ മാത്രം കൂടുന്ന പള്ളികളിൽ, ഏറ്റവും ഉയരമുള്ള ഗോപുരത്തോടു കൂടിയ പള്ളികളിൽ, അതും സിറ്റി ചർച്ചുകളിൽ മാത്രം. വലിയ പഠിത്തമുള്ള സഭാ ശുശ്രൂഷകനുള്ള പള്ളിയിൽ അവർ പോകുന്നു. അതെ, തിരുവചനം ഒഴിച്ച് ഒരു മനുഷ്യന് അറിയുവാൻ കഴിയുന്ന സകലതും അറിയാവുന്ന സഭാ ശുശ്രൂഷകനുള്ള പള്ളി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അദ്ദേഹത്തിന് ബൈബിൾ അറിയാമായിരുന്നെങ്കിൽ തന്നെ അത് പ്രസംഗിച്ചാൽ പിന്നെ ജോലി കാണില്ലല്ലോ. അങ്ങനൊന്നാണ് ശലോമോൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. നല്ല ജീവിതത്തിൽ കൂടി, ധാർമ്മികതയിൽ കൂടി സംതൃപ്തി കണ്ടെത്തുവാനുള്ള അന്വേഷണം. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. ഇത് ശരിയാണ്. ഈ പ്രസ്താവനയിൽ യാതൊരു തെറ്റുമില്ല. നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും ഉത്തമമാണ്. അയാൾ ഒരു നല്ല അയൽക്കാരനാണ്. അദ്ദേഹവുമായി തങ്ങൾ ഒരിക്കലും ഒരു വിവാദത്തിന് പോയിട്ടില്ല. അയാൾ മതത്തെക്കുറിച്ചോ അയാളുടെ വിശ്വാസത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ
ഒന്നും ചർച്ച ചെയ്യുകയില്ല. മോശമായത് ഒന്നിലും ഇടപെടുകയില്ല. മറ്റുള്ളവർ തന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേൾക്കുവാൻ പലപ്പോഴും ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. അവൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് റോഡിൻ്റെ മധ്യത്തിൽ കൂടി അങ്ങ് നടന്നു പോവുകയുള്ളൂ. ഇടത്തോട്ടോ വലത്തോട്ടോ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല. അയാൾ ഒരു മാന്യനായ വ്യക്തിയാണ് എന്നെല്ലാവരും പറയും. സമൂഹത്തിൽ ആദരണീയനാണ്. പട്ടണത്തിലെ പല സംഘടനകളിൽ അയാൾ അംഗമായിരിക്കും. പലയിടത്തും അയാൾ പ്രസിഡൻ്റായിരിക്കും, അധ്യക്ഷനായിരിക്കും. എല്ലാവിധ ആളുകളുമായും അയാൾ നല്ല ബന്ധം പുലർത്തും. ഒരിക്കൽ അയാളുടെ ശവസംസ്കാര ദിവസത്തിൽ പ്രസംഗകർ അയാളെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് സ്വർഗത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കും. അല്ലെങ്കിൽ മക്കളെല്ലാം കൂടി അതിന് ശ്രമിക്കും. ശലോമോൻ പറയുന്നത് നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമമാകുന്നു എന്നാണ്. എന്നാൽ അത് ഹൃദയത്തിന് സംതൃപ്തി നൽകുമോ? 2-ാം വാക്യം നോക്കിക്കാട്ടെ. വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്, അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ധാർമ്മികതയുടെയും നന്മ ചെയ്യുന്നതിൻ്റെയും ജീവിതം വളരെ മാന്യമായ രീതിയിലാണ് ചെയ്യപ്പെടുന്നത്. അവർ ഒരു ക്ലബ്ബ് മീറ്റിങ്ങിൽ പോയി പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു. അവർ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യുകയില്ല. എന്നാൽ അവർ ഇരുന്ന് കേൾക്കുകയും അതിനെക്കുറിച്ച് മാന്യമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. അടുത്ത ആഴ്ച ആരെങ്കിലും ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും, യോഗയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും. അവർ ഇരുന്ന് വീണ്ടും വീണ്ടും ഇതെല്ലാം കേൾക്കും, യാതൊന്നും ചെയ്യുകയില്ല. പിന്നീട് അവർ ശവസംസ്കാരത്തിൽ സംബന്ധിക്കും. മരിച്ച വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത് കേൾക്കും. പ്രത്യേകമായി യാതൊരു വികാരവും ഈ പറയുന്ന കൂട്ടർക്ക് ഉണ്ടാകില്ല. ഇതാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ജീവിതം. ഈ വിധത്തിലുള്ള ജീവിതത്തിന് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇതിനോട് യുവജനങ്ങൾ മറുതലിക്കുന്നു. ഒരുതരം നിർജീവമായ പോക്കാണ് ഇങ്ങനെയുള്ളവർക്കുള്ളത്. ഇതിനെ തീർച്ചയായും യുവജനങ്ങൾ അംഗീകരിക്കുകയില്ല. 3-ാം വാക്യത്തിൽ നോക്കാം. ചിരിയേക്കാൾ വ്യസനം നല്ലത്, മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ദുഃഖം ഒഴിവാക്കുന്നതിന് വേണ്ടി മനുഷ്യർ ഇന്ന് എന്തും ചെയ്യാൻ തയ്യാറാകുന്നു. എത്ര നല്ലൊരു ശവസംസ്കാരമായിരുന്നു അത് എന്ന് പറയത്തക്ക വിധം വാസ്തവത്തെ മറച്ചു വെക്കുവാൻ ശ്രമിക്കുന്നു. മരണമാകുന്ന വാസ്തവത്തെ എത്രയും വേഗം മനുഷ്യൻ മറന്നുപോകുന്നു. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ജ്ഞാനികളുടെ ഹൃദയം വിലാപഭവനത്തിലിരിക്കുന്നു, മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിലത്രേ. മനുഷ്യൻ എല്ലായ്പ്പോഴും മരണ നിഴലിലാണ്. എന്നാൽ മൂഢൻ ആ കാര്യം ഗ്രഹിക്കുന്നില്ല. അവനത് ഗ്രഹിക്കാതെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ സ്നേഹിതന്മാർ ലോകത്തിൽ നിന്ന് ഓരോരുത്തരായി മാറ്റപ്പെടുന്നത് കാണുമ്പോഴും മരണത്തിലേക്കാണ് തങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന വാസ്തവം അവർ മനസ്സിലാക്കുന്നില്ല. അഥവാ ആരെങ്കിലും അവരോട് പറഞ്ഞാൽ അവർ അംഗീകരിക്കുവാൻ തയ്യാറല്ല താനും. തങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യം അവർ ഉറപ്പാക്കേണ്ടത് ആവശ്യമത്രേ. അവർ രക്ഷിക്കപ്പെട്ടവരോ അതോ നഷ്ടപ്പെട്ടവരോ? അവർ ദൈവത്തോട് ശരിയായി ബന്ധപ്പെട്ടിരുന്നുവോ? അത് അത്ര പ്രാധാന്യമുള്ള കാര്യമാണെന്ന് അവർ കരുതിയിരുന്നില്ല, ഇന്ന് കരുതുന്നുമില്ല. അവർ സാമൂഹിക രംഗങ്ങളിൽ വളരെയധികം പ്രവർത്തന നിരതരായിരുന്നിരിക്കും. ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാട് കൈക്കൊള്ളുന്നതിനോ തീരുമാനമെടുക്കുന്നതിനോ അവർ തയ്യാറാവുകയില്ല. അത് ഇടുങ്ങിയ ചിന്താഗതിയാണ്. ഭക്തിയൊക്കെ വല്ലപ്പോഴും മതി എന്നാണ് അവർ പറയുന്നത്. 5-ഉം 6-ഉം വാക്യങ്ങളിൽ, മൂഢൻ്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂഢൻ്റെ ചിരി കലത്തിൻ്റെ കീഴെ കത്തുന്ന മുള്ളിൻ്റെ പൊടുപൊടുപ്പ് പോലെ ആകുന്നു, അതും മായയത്രേ. 2 ഗ്രൂപ്പിൽപ്പെട്ടവരെയും ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇതാണ് ശലോമോൻ പറയുന്നത്. ജ്ഞാനിയുടെ ശാസന ശ്രദ്ധിക്കുക, എന്നിട്ട് മൂഢന്മാരുടെ സംഗീതവും
ശ്രദ്ധിക്കുക. ഒന്ന് മറ്റേതിനേക്കാൾ നന്നായിരിക്കും. എന്നാൽ രണ്ടിനോടും കൂടെ പോകുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒന്നിനോടുകൂടെ പോകുന്നതായിരിക്കും. രണ്ടിനോടും കൂടി പോകുന്നത് എളുപ്പമുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് സമ്മതിച്ചു തരാൻ ഞാൻ തയ്യാറല്ല. ഈ അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് ലഭിക്കുന്ന ചിത്രം ഇതാണ്. 9-ാം വാക്യം ഞാൻ വായിക്കാം. നിൻ്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്, മൂഢന്മാരുടെ മാർവിൽ അല്ലോ നീരസം വസിക്കുന്നത്. ഒന്നുകൊണ്ടും ആരെയും കോപിപ്പിക്കരുത്. നല്ല കുഞ്ഞായിരിക്കുക, എല്ലാവരോടും സ്നേഹമായിരിക്കുക, ആരെയും മുഷിപ്പിക്കരുത്. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ പണി മുൻപോട്ട് കൊണ്ടുപോകുവാനായി നമുക്ക് സാധിക്കൂ. ഏറ്റവും എളുപ്പമുള്ള വഴിയെ പോയാൽ, പതിയെ നടന്നു പോയാൽ, ആരെയും മുറിവേൽപ്പിക്കാതെ പോയാൽ നമുക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല എന്ന ചിന്താഗതി. ഓടിച്ചാടിപ്പോയാൽ ആരെങ്കിലുമൊക്കെ മുറിവേൽക്കപ്പെടുമല്ലോ. ഒരു തീവ്രവാദിയാകുവാൻ ശ്രമിക്കരുത്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക. പേരുണ്ടാക്കുവാൻ കഴിയുന്ന കൂട്ടത്തോട് കൂടെ ചേർന്ന് പോവുക. അടുത്ത ദിവസം പേരുണ്ടാക്കുവാൻ കഴിയുന്ന മറ്റൊരു കൂട്ടത്തോട് കൂടെ പോകുവാൻ തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. ആദർശമൊന്നും പറഞ്ഞതുകൊണ്ട് വിശേഷമൊന്നുമില്ലെന്നേ. ഈ അധ്യായത്തിലെ നല്ല പ്രവൃത്തി മാത്രം ചെയ്യുന്നവന് നരകം പോലെ ശനിയാഴ്ച രാത്രി വരെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോയി ദൈവപൈതലാകുന്നു എന്ന് അഭിനയിക്കുന്നവനാണ്. ശനിയാഴ്ച രാത്രിയിൽ മൂക്കുമുട്ട കുടിച്ച് 4 കാലിൽ നടന്ന് കണ്ടവരോടെല്ലാം വഴക്കുണ്ടാക്കിയ ഒരു മനുഷ്യൻ ഞായറാഴ്ച രാവിലെ എന്നോട് പറയുന്നു, ഞാനും ഒരു വിശ്വാസിയാണ്, എനിക്കെന്നാ കുഴപ്പം, ഞാൻ വിശ്വാസി അല്ലയോ? ഇന്ന് അനേകരുടെയും ഭാവം ഇതുതന്നെയാണ്. 11-ാം വാക്യം. ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത്, സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. ക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാകുന്നു ജ്ഞാനം എന്നുള്ളത് എന്ന് സദൃശവാക്യം പഠിക്കുമ്പോൾ നാം കാണുന്നു. ക്രിസ്തു നമുക്ക് ജ്ഞാനമായി തീർന്നു. ഈ നല്ല ആളുകൾക്ക്, നന്മ പ്രവർത്തിക്കുന്നവർക്ക് ക്രിസ്തുവിനെ എത്രമാത്രം ആവശ്യമായിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാട്ടെ. 12-ാം വാക്യം. ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം, ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിൻ്റെ വിശേഷത. ദ്രവ്യവും ഒരു ശരണം. ഈ മനുഷ്യന് ധാരാളം പണം ആവശ്യമുണ്ട്, എന്നാൽ ക്രിസ്തുവിനെ അവന് ആവശ്യമില്ല. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. പണം കൊടുത്ത് നിങ്ങൾക്ക് ജീവനെ വാങ്ങുവാൻ കഴിയുകയില്ല. വൈദ്യശാസ്ത്രത്തിന് ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ ഏതാനും വർഷങ്ങൾ ദീർഘിപ്പിച്ച് തരുവാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഇവിടെ നിത്യമായ ജീവനെ താങ്കൾക്ക് തരുവാൻ അതിന് കഴിയുകയില്ല. ക്രിസ്തുവാകുന്ന ജ്ഞാനത്തിൽ കൂടി മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഇനി നാം 21-ാം വാക്യത്തിൽ കാണുന്ന കാര്യം ശ്രദ്ധിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്, നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. നിന്നെ നല്ലവണ്ണം അറിയാവുന്ന ആരെങ്കിലും നിന്നെക്കുറിച്ച് നീയൊരു വക്ര ഹൃദയമുള്ളവനാണെന്ന് പറഞ്ഞാൽ നീ ഉടനെ അസ്വസ്ഥനാകരുതെന്നാണ് ശലോമോൻ പറയുന്നത്. നല്ലവനായി ജീവിച്ച് ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താമെന്ന് വിചാരിക്കുന്നത് ഭോഷത്വമാണ്. എന്നാൽ ഇന്ന് അനേകരുടെയും ജീവിത രീതി ഇതാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആഴ്ചയുടെ മറ്റ് ദിവസങ്ങളിൽ ഇഷ്ടം പോലെ ജീവിച്ച ശേഷം ഞായറാഴ്ച അവർ പള്ളിയിൽ പോകുന്നു. ഈ വിധത്തിലുള്ള യാഥാർത്ഥ്യമില്ലാത്ത ജീവിതത്തോടാണ് ഇന്നത്തെ യുവതലമുറ മത്സരിക്കുന്നത്. അവർക്ക് അംഗീകരിക്കുവാൻ സാധിക്കാത്തത് അങ്ങനെ ഒരു ജീവിതമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പരക്കെ പ്രചാരത്തിലിരിക്കുന്ന ദൈവമില്ലാത്ത തത്വശാസ്ത്രങ്ങളോടും രാഷ്ട്രീയ പാർട്ടികളോടും ഏറെ ചേർന്നിരിക്കുന്നത് ഈ പറഞ്ഞ പള്ളിഭക്തരുടെ മക്കളാണ്. ഒരു കാലത്ത് അഭക്തി എന്നും നിന്ദ്യമെന്നും കണ്ടിരുന്നതെല്ലാം ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ കയറി വന്നിരിക്കുന്നു. യുവതലമുറ ഈ പൊരുത്തമില്ലായ്മയെ ചോദ്യം ചെയ്യുന്നു.
ഒരുപക്ഷെ ഇപ്പോൾ ഞായറാഴ്ച ഭക്തിയിൽ മാത്രം മുൻപോട്ട് പോകുന്ന താങ്കളും പണ്ട് അങ്ങനെ ആയിരുന്നിരിക്കാം. എന്നാൽ സാഹചര്യങ്ങളോട് ചേർന്ന് തഴമ്പിച്ചു. ആദ്യം അരുതായ്മകളെ ചോദ്യം ചെയ്യുകയും അംഗീകരിക്കാതിരിക്കുകയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒക്കെ കണ്ണടച്ചു വിടുന്നു. പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോഴും കൂട്ടായ്മയിൽ പോകുമ്പോഴും ഞായറാഴ്ചത്തെ ആരാധനയിലും പറയുകയും അവിടെ കാണിക്കുകയും ചെയ്യുന്ന ഭക്തി ബാക്കി സമയങ്ങളിലില്ല. ജീവിതം തന്നെ ഒരു വൈരുദ്ധ്യമായി മാറി. ഇത് നമ്മെക്കാൾ ഏറെ കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അടുത്ത തലമുറയാണ്. അവർ അതിനെ ചോദ്യം ചെയ്യുന്നു. അവരുടെ ചോദ്യങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ സാധിക്കുകയില്ല. യൗവനത്തിൽ ഈ വിട്ടുവീഴ്ച മനോഭാവം വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അവർ എതിർക്കുന്നു. അതുകൊണ്ടാണ് യൗവനക്കാർക്ക് വളരെയധികം ആദർശങ്ങൾ ഉള്ളത്. പള്ളിയിൽ പോകുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ഒക്കെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് യൗവനക്കാർ വാദിക്കുന്നു. കാരണം പള്ളിയിലെ ജീവിതം ഒരു ശൈലിയും വീട്ടിലേത് വേറൊന്നുമായി അവർ കാണുന്നു. ആരാധനാ സ്ഥലങ്ങൾ വയസ്സന്മാരുടെ ക്ലബ്ബുകളായി മാറിക്കഴിഞ്ഞു. പിന്നെ കുറേ യുവജനങ്ങളെ അവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിൽ ക്രിസ്തീയമല്ലാത്തതും യഥാർത്ഥമല്ലാത്തതുമായ പലതും സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നു. യുവജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും സഭയെന്നാൽ ആത്മീയതയുടെ ഒരു ചിഹ്നമല്ല, വിനോദത്തിൻ്റെ സ്ഥലമായി മാറി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൽ അവർ യാതൊരു യാഥാർത്ഥ്യവും കാണുന്നില്ല. കാരണം അത് കാണുവാൻ അവർ ആഗ്രഹിച്ചിടത്ത് അതില്ല. അതുകൊണ്ട് അവർ സകലവും പരീക്ഷിക്കുന്നു. എന്തുകൊണ്ടവർ സഭാംഗങ്ങളായ മാതാപിതാക്കൾ ഉള്ള ഭവനങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയില്ല? തങ്ങളുടെ ഭവനങ്ങളിലും സഭകളിലും ഏതോ കാര്യമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി. പറയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ നല്ല പിള്ള ചമയുന്നവരൊക്കെ ജീവിക്കുന്നതെന്ന് യുവജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് വഷളായ ഒരു യുവതലമുറയെ ആകുന്നു നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സകലത്തിനും മതിയായ ഒരു ദൈവത്തെക്കുറിച്ച് ഘോഷിക്കുന്നവർ വീട്ടിൽ അല്പം എന്തിനെങ്കിലും പോലും അന്യായ മാർഗങ്ങൾ അന്വേഷിക്കുന്നു. സ്നേഹവാനായ ദൈവത്തെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്ന അപ്പച്ചൻ വീട്ടിൽ സ്നേഹം എന്താണെന്ന് പോലും അറിയാത്തതുപോലെ ജീവിക്കുന്നു. യുവജനങ്ങൾ കപടഭക്തി കണ്ടു, ശൂന്യത മനസ്സിലാക്കി. സൺഡേ സ്കൂൾ അധ്യാപകൻ്റെ മക്കൾ അപ്പച്ചനെ വീട്ടിൽ കാണുന്നത് വ്യത്യസ്തനായിട്ടാണ്. നിരീശ്വരനായ ഒരു വ്യക്തിയെ സുവിശേഷവുമായി കണ്ടുമുട്ടുന്നതിനേക്കാൾ വളരെ പ്രയാസമാണ് പള്ളിഭക്തനായ ഒരുവനെ നേടുന്നത്. ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്താണ് തുടർന്ന് പറയുവാൻ പോകുന്നതെന്ന് അറിയാവുന്ന ആളുകൾ മുൻപിലുണ്ട്. അവർക്കെല്ലാം അറിയാം. ഇനിയും അനുസരിച്ചാൽ മാത്രം മതി. അവർ മൂപ്പന്മാരാണ്, ആത്മായ ശുശ്രൂഷകരാണ്, ഉപദേശിമാരാണ്. മറ്റുള്ളവരെ നന്നാക്കുന്ന മറ്റാർക്കും നന്നാക്കുവാൻ കഴിയാത്തവരാണ് ഈ പറഞ്ഞ കൂട്ടർ. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഇങ്ങനെയുള്ളവർ തന്നെയായിരുന്നു. അതെ, ശലോമോൻ തൻ്റെ പരീക്ഷണത്തിൽ ആ കാര്യവും പരീക്ഷിച്ചു നോക്കിയതായി നാം വായിക്കുന്നു. ഇനി ഞാൻ 8-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശീതോഷ്ണവാനായ മനുഷ്യനെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. അവൻ നല്ല ചൂടുള്ളവനോ നല്ല തണുപ്പുള്ളവനോ അല്ല. ശലോമോൻ പറയുന്നത് ദുഷ്ടനും നീതിമാനും തമ്മിൽ വലിയ അന്തരമുള്ളതായി താൻ കാണുന്നില്ല എന്നാണ്. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ജ്ഞാനിക്ക് തുല്യനായിട്ടാരുള്ളൂ? കാര്യത്തിൻ്റെ പൊരുൾ അറിയുന്നവൻ ആർ? മനുഷ്യൻ്റെ ജ്ഞാനം അവൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു, അവൻ്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നു. യഥാർത്ഥ ജ്ഞാനം ആകുന്ന ക്രിസ്തുവിനും മാത്രമേ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയൂ. ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വ്യക്തി ആ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രാപിക്കുന്നു. അങ്ങനെ ആ വ്യക്തി സന്തോഷവും സമാധാനവും ഉള്ള വ്യക്തിയായിത്തീരുന്നു. നമുക്ക് ആവശ്യമായതെല്ലാം തരുവാൻ ക്രിസ്തുവിന് കഴിയും. 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 8-ാം അധ്യായത്തിൻ്റെ 2-3.
ദൈവസന്നിധിയിൽ ചെയ്ത സത്യമോർത്തിട്ട് രാജാവിൻ്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നീ അവൻ്റെ സന്നിധി വിട്ടുപോകുവാൻ ബന്ധപ്പെടരുത്. ഒരു ദുഷ്കാര്യത്തിലും ഇടപെടരുത്. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുമല്ലോ. നീ ചെയ്യുന്നത് എന്താണെന്ന് സൂക്ഷിച്ചു കൊള്ളണം. കുഴപ്പത്തിൽ ചെന്ന് ചാടരുത് എന്നാണ് ശലോമോൻ ഇവിടെ പറയുന്നത്. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്, രാജകൽപ്പന ബലമുള്ളത്, നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ആർ ചോദിക്കും? താൻ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി ഒരു നിലപാട് കൈക്കൊള്ളുവാൻ രാജാവിന് കഴിയും. കാരണം അപ്രകാരം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം രാജാവിനുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു രാജാവിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാട് കൈക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ താങ്കൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഒരു രാജാവിനെ പോലെ ചങ്കൂറ്റത്തോടുകൂടെ തീരുമാനമെടുക്കുന്നതായ വ്യക്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ന് യുവജനങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണമെന്നാണ് അവരുടെ താല്പര്യം. അതിനുവേണ്ടി അവർ ചില പ്രത്യേക ഗ്രൂപ്പുകളോടൊക്കെ ചെന്ന് ചേരുന്നു, പ്രത്യേക വിധത്തിൽ വസ്ത്രധാരണം നടത്തുന്നു, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അതൊന്നും അവർക്ക് സ്വാതന്ത്ര്യമല്ല കൊടുക്കുന്നത് എന്നവർ അറിയുന്നില്ല. പ്രത്യേക രീതികൾക്ക് അവർ അടിമകളായിത്തീരുകയാണ്. സ്വാതന്ത്ര്യമല്ല, അടിമകളാണ്. ദൈവത്തോട് ശത്രുതയുള്ള ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയും. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ആവശ്യമെങ്കിൽ യേശുവിൻ്റെ അടുത്തേക്ക് വരിക. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അതാണ് സ്വാതന്ത്ര്യം. നല്ല പ്രവൃത്തി ചെയ്യുന്നവനും കുറ്റവാളിയെപ്പോലെ ദൈവത്തോട് ശത്രുതയിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ കാര്യം വിഷമമായിരിക്കും. അവനും ചില നിയമങ്ങൾക്കും രീതികൾക്കും അടിമയായിരിക്കും. 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല, യുദ്ധത്തിൽ സേവാവിമോചനവുമില്ല, ദുഷ്ടത ദുഷ്ടന്മാരെ വിടുവിക്കുകയുമില്ല. തങ്ങൾ സംബന്ധിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടി പാർട്ടികളിൽ സംബന്ധിക്കുന്നവരുണ്ട്. അധികം താമസിക്കാതെ അവർ മദ്യത്തിന് അടിമകളായി തീരുന്നതായി കാണുവാൻ കഴിയും. അവരെല്ലാം നന്മ പ്രവർത്തിക്കുന്ന നല്ലവരായ ആളുകളാണ്. അവസാനം മരണം അവന് വന്നു കൂടും. മരണദിവസത്തിന്മേൽ അധികാരമുള്ളവനില്ല എന്നാണ് വായിച്ചത്. 11-ാം വാക്യം, ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായ്ക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. എത്ര വാസ്തവമാണല്ലേ ഇന്നത്തെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുതന്നെയല്ലേ? അതിൻ്റെ ഒരു നല്ല ചിത്രമാണിത്. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ന്യായവിധി ഉടനടി ഇല്ലാത്തത് കൊണ്ട് മനുഷ്യർ കൂടുതൽ കൂടുതൽ ദുഷ്പ്രവൃത്തി ചെയ്യുന്നു എന്ന ചിന്തയാണ്. മനുഷ്യഹൃദയത്തിലാണ് ദുഷ്ടത കുടിക്കൊള്ളുന്നത്. ഈ കാര്യം നാം ഓർക്കണം. ക്രിസ്തു വിശ്വാസികളെന്ന് പറയുന്നവർ പോലും പാപത്തിൽ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം ഉടനടി ശിക്ഷ നൽകാതെ കാത്തിരിക്കുന്നു. അവൻ നിത്യത വരെ കാത്തിരിക്കുവാൻ തയ്യാറുമാണ്. നിത്യത വരെ കാത്തിരിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ നമുക്കത് സാധ്യമല്ല. ഇപ്പോഴാകുന്നു നമുക്കുള്ള സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു നമുക്കുള്ള രക്ഷാദിവസം. നിങ്ങൾക്ക് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുവാനുള്ള സന്ദർഭം അവൻ ഇന്ന് തന്നിരിക്കുകയാണ്. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട്. നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു, ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു, അതും മായയത്രേ എന്ന് ഞാൻ പറഞ്ഞു. ബാഹ്യമായി നോക്കുമ്പോൾ ദുഷ്ടനും നീതിമാനും തമ്മിൽ വലിയ അന്തരം കാണുവാൻ കഴിയുകയില്ലെന്ന് ശലോമോൻ കണ്ടെത്തുന്നു. രണ്ടുപേരും ഒരേ അന്ത്യത്തിൽ എത്തുന്നത് കൊണ്ട് ഒരുവൻ ദുഷ്ടനായിരുന്നാലും മറ്റൊരുവൻ നല്ലവനായിരുന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് തോന്നും. 15-ാം വാക്യത്തിൽ കാണുന്നത്,
ആകയാൽ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ചു. തിന്നുകുടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യൻ്റെ കീഴിൽ മറ്റൊരു നന്മയും ഇല്ലല്ലോ. ദൈവം സൂര്യൻ്റെ കീഴിൽ അവന് നൽകുന്ന ആയുഷ്കാലത്ത് അവൻ്റെ പ്രയത്നത്തിൽ അവനോടുകൂടെ നിലനിൽക്കുന്നത് ഇത് മാത്രമേയുള്ളൂ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ജീവിതം ആസ്വദിക്കുകയും സൂര്യന് കീഴിൽ ദൈവം അവന് കൊടുക്കുന്ന ജോലിയിൽ സന്തോഷിക്കുകയും മാത്രമാണ് നല്ല കാര്യം എന്നവൻ അന്തിമമായി ഒരു തീരുമാനത്തിലെത്തുന്നു. ഇത് ഏറ്റവും ശൂന്യവും അർത്ഥമില്ലാത്തതുമായ തത്വചിന്തയത്രേ, ഇല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ജീവിതത്തിൽ കുറേ നന്മ പ്രവർത്തികൾ ചെയ്ത് സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് തീർച്ചയായും അബദ്ധമാണ്. ഏതാണ് ശരിയായ മാർഗമെന്ന് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ജീവിതം അർത്ഥവത്താക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. ആ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം ആ ഭാഗ്യാവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ജ്ഞാനം പ്രാപിക്കുവാൻ പരിശ്രമിച്ച് മൂഢനായിപ്പോയ മനുഷ്യൻ്റെ ചരിത്രം നമുക്ക് നൽകുന്ന ഗുണപാഠം ആത്മാവ് പറയുന്നത് എന്തെന്ന് ശ്രദ്ധിക്കുവാൻ ചെവി കൊടുക്കുക എന്നാകുന്നു. കാണുന്ന കണ്ണിനും കേൾക്കുന്ന ചെവിക്കും വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് ശമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ നമുക്കും പറയാം. ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ പ്രാപിച്ച് സ്നാപക യോഹന്നാനെ പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദമായി തീരുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.